അധ്യായം 10. നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫെത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേരുവിവരം. യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനാസ്, റീഫത്ത്, തോഗർമ. യാവാന്റെ പുത്രന്മാർ ഏലീഷ, താർഷീഷ്, കിത്തിം, ദോദാനീം. ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ. അവർ താന്താങ്ങളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനതകളുമായി പാർത്തുവരുന്നു. ഹാമിന്റെ പുത്രന്മാർ കുഷ്, മീസ്രായിം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിന്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തേക്ക. റാമായുടെ മക്കളാണ് ഷെബായും ദദാനും. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടുവീരൻ എന്ന ചൊല്ലുണ്ടായി. ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബേലും ഏറക്കും അക്കാദുമടങ്ങിയതായിരുന്നു. അവിടെ നിന്ന് അവൻ അഷൂറിലേക്ക് കടന്ന് നിനവെ, റെഹോബോത്ത് പട്ടണം, കാല എന്നിവ പണിതു. നിനവയ്ക്കും കാലായ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു. മിസ്രായിമിൻ്റെ മക്കളാണ് ലൂദിം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്തീനയുടെ ഉത്ഭവം. കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീദോനും തുടർന്ന് ഹേത്തും ജനിച്ചു. ജബൂസിയർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കിയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ. പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു.